അങ്കിളിന്റെ യൂണിഫോമിന്റെ ബട്ടൺ പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ പിടിപ്പിച്ചു കൊടുക്കണ്ടേ? ഈ യൂണിഫോം എന്താ അഗ്ലി ആന്റി? എന്റെ യൂണിഫോം ആന്റി കണ്ടിട്ടുണ്ടോ? എന്ത് ഭംഗിയാണെന്നോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്കിളിനോട് പറയാം, ഇനി യൂണിഫോം വാങ്ങുമ്പോഴേ മോളുടെ പോലെ നല്ല ഭംഗിയുള്ള യൂണിഫോം വാങ്ങാം. മതിയോ? കഴിഞ്ഞില്ലടാ. അങ്കിൾ എപ്പോഴാണ്? അങ്കിള് ഇപ്പൊ വരാൻ സമയമായിട്ടുണ്ട്. എവിടെ പോയി? നമ്മുടെ അഴകേശൻ അമ്മാവനില്ലേ, അമ്മാവൻ തലകറങ്ങി വീണു. അപ്പൊ എന്തായിന്ന് അറിയണ്ടേ? അതിനു വേണ്ടി അമ്മുമ്മ കുടുംബ വീട്ടിൽ പോയിരിക്കുക. അല്ലടാ, നമ്മൾ ഇന്നാള് പോയില്ലേ ഒരു വീട്ടില്, അവിടെയാണ് അമ്മുമ്മ കളിച്ചു വളർന്നത്. അതാണ് അമ്മുമ്മയുടെ കുടുംബ വീട്. നിന്നല്ലേ ഞാൻ ഈ വിളിക്കുന്നത്, നിനക്കൊന്ന് വിളി കേട്ടാലെന്താ കുഴപ്പം? കേട്ടില്ല, ചെവി പൊട്ടിയിരിക്കാനല്ലോ. വാങ്ങോട് വന്ന് പാല് കുടിച്ചിട്ട് പോ. എവിടുന്ന് പാല് കുടിച്ചു? ഇങ്ങോട്ട് വരാൻ. അതേ ചേച്ചി, കനകേട്ടൻ ഇല്ലല്ലോ, അപ്പൊ പാല് കുറച്ച് അധികം വന്നു, അത് അവക്ക് കൊടുത്തു ഞാൻ. അയ്യോ, പറഞ്ഞ പോലെ അവൻ പോയിട്ട് വിളിച്ചായിരുന്നു. നമ്മുടെ വല്ല വിവരം അറിഞ്ഞോ? അതിന് വിളിച്ചു പറയാൻ മാത്രം അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ നാത്തൂനൊക്കെ അങ്ങനെ വിചാരിക്കുള്ളൂ, അവനവന്റെ അമ്മയാകുമ്പോഴേ ദണ്ണുണ്ടാവുള്ളൂ. അത്ര ദണ്ണായിരുന്നെങ്കിൽ പിന്നെ നാത്തൂന് കൂടെ പോവായിരുന്നില്ലേ? ഞാൻ പോയേനെ, എനിക്കിത് കെട്ടിയാലും നോക്കണ്ട, അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ? പിന്നെ കെട്ടിയവന് ഇവിടെ തളർന്നു കിടക്കുകയാണല്ലോ ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിട്ട്. അല്ല നാത്തൂനെ, കുടുംബ വീട്ടില് 4-5 മുറി ഉണ്ടല്ലോ, കെട്ടിയവനെ കൊണ്ട് അവിടെ പോയി താമസിച്ചൂടെ? അയ്യോ വേണ്ടല്ല, എന്നിട്ട് വേണം കെട്ടിയാനും കെട്ടിയാക്കും കൂടി ഇവിടെ അങ്ങോട്ട് സുഖമായിട്ട് വാഴാനല്ലേ? നടക്കൂല കേട്ടാ. നാത്തൂനെ ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ, ഞാൻ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. നീ വിചാരിക്കൂലല്ലോ, നിന്നെ എനിക്ക് അറിയാലോ. വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. എഴുതാപ്പുറം വായിക്കണമെന്നല്ല, അങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ അതന്നെയാ പറഞ്ഞത്. അമ്മ എന്നിട്ട് വന്നേടി വായിലോട്ട് നോക്കിയിരിക്കണം. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഞാൻ വരൂല. തക്കിളി മര്യാദക്ക് എഴുന്നേറ്റോ? അമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. വേണ്ടാന്ന്, ഞാൻ അങ്ങ് വന്നാ നിനക്ക് നല്ലത് കിട്ടിട്ടാ. എന്നെ കൊണ്ട് വെറുതെ വടി എടുപ്പിക്കരുത്. ഇവിടെ വടി. അതെ, ഇത് എന്റെ കൊച്ച, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് കേട്ടാ. ഇവിടെ ഇവിടെ പോടും നടക്കൂടെ കൂടെ, നിന്നെ അനുസരിപ്പിക്കാൻ പറ്റില്ല. പോയ പാലെടുത്ത് കുടിച്ചടി. നമസ്കാരം. കുടിക്കാൻ ഓ രാഘവേട്ടന് വണ്ടി ഇഷ്ടപ്പെട്ടോ? ഓ സമാധാനമായി. അയ്യയ്യ, ഇന്ന വരെ ക്ലീറ്റ ഒരു കച്ചവടത്തിനും അങ്ങനെ കണക്ക് പറഞ്ഞ് കമ്മീഷൻ മേടിച്ചിട്ടില്ല. രാഘവേട്ട എന്ത് കൊടുത്തു വിട്ടാലും അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. കൊടുത്തു വിട്ടോ? ഓ സന്തോഷം. ശരി രാഘവേട്ട, ഓക്കെ എന്നാ. ഇടയ്ക്ക് കാണാം, പിന്നെന്താ. ഓക്കെ. എന്റെ കർത്താവേ, എത്ര നാളിന് ശേഷം ഒരു കച്ചവടം നടന്നേ. തങ്കം, തങ്കം. നീ ചെലവിന് എന്തോ കാശ് വേണമെന്ന് പറഞ്ഞല്ലോ, എത്രയാ വേണ്ടേ? എന്തോ പലചരക്കടയിൽ കാശ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എത്രയാന്ന്? ഓ ഇതൊക്കെ കേൾക്കണുണ്ടോ? എത്ര രൂപ കൊടുക്കാണ്ടെന്നുള്ള കണക്ക് പറയും. ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി ഒരു 10-700 രൂപ കൂടെ ഉണ്ടാവും. നിസാര 700 രൂപ കൊടുക്കാനാണ് നീ ഇന്നലെ ഇവിടെ ഉറഞ്ഞു തുള്ളിയ. ഇനി വേറെ എന്തെങ്കിലും കണക്ക് പൈസ വല്ലതും വേണമെങ്കിൽ പറയും. ഓ എന്തിന്, നമുക്ക് അങ്ങനെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മള് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കല്ലേ. അത് പിന്നെ എനിക്കറിയില്ലേ. അല്ല, കുഞ്ഞിനെന്തോ ചെലവിന് കാശ് വേണമെന്ന് പറഞ്ഞല്ലോ, എത്രയാ വേണ്ടേ? നിങ്ങള് ചോദിക്കടി. മക്കളെ ചെല്ലടി ചെന്ന് പറ. പാല് കുടിക്കാതെ വെച്ചോണ്ടിരിക്കണോട്ടോ അവള്. കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടെ സൗമ്യമായിട്ട് പെരുമാറും. വലിയ ആൾക്കാരോട് പെരുമാറുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളോട് പെരുമാറണ്ട. നമുക്ക് എന്താ കാശിന്റെ ആവശ്യം? ഡാൻസിനാണ് ആനുവൽ ഡേക്ക്. എത്ര രൂപ വേണം? 2000. 2000 രൂപയല്ലേ വേണ്ടു? അച്ഛൻ തരും. കിട്ടും, മേടിച്ചോ. എടി ഇന്ന് വരെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കാര്യത്തിനാ നീ ഇത് പിന്നെയും വിശ്വസിക്കണേ? ഇപ്പൊ
ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും കയ്യിലുണ്ട് 2000-ന്റെ പുതിയ നോട്ട്. കണി കാണാൻ കൂടി ആ മനുഷ്യനല്ലേ. നാളുണ്ടോ നിനക്ക്? അതൊക്കെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പൊ അതൊക്കെ നടക്കൂ. നീ ഡാൻസിനും ചേരണ്ട, ഒരു കൂൻസിനും ചേരണ്ട. കൊച്ചിനാവശ്യമില്ലാതെ വഴക്ക് പറയരുത്. അവളെ നാളെ വളർന്ന് പറയേണ്ട ഒരു കലാകാരിയാ. കുടുംബത്തിനകത്ത് ഒരു കലാകാരി ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അന്തസ്സ് നമുക്കാ. അതെങ്ങനെ? കലയെന്ന് പറയുന്നത് തൊട്ട് തീണ്ടിട്ടില്ല ഒരു തറവാട്ടിലല്ലേ ഞാൻ വന്ന് പെട്ടത് എന്റെ കർത്താവേ. ഓക്കെ, ഡാൻസിനുള്ള കാശ് അച്ഛൻ തരും. ടീച്ചറോട് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഈ കൊച്ചിനെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചേക്കുവാണോ? അതെ, ഞാൻ കാശ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. കൊടുക്കും. നീ ഒന്നവിടെ ഇരുന്നേ. എനിക്ക് വരാൻ മടിയുണ്ട്. ഞാൻ പറഞ്ഞു നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കുവോ? അതെ, നമ്മുടെ പട്ടാളക്കാരൻ രാഘവേട്ടയില്ലേ, രാഘവേട്ടന് മിനിഞ്ഞാന്ന് ഞാനൊരു വണ്ടി മേടിച്ചു കൊടുത്തു. അത് അയാൾ ഇഷ്ടപ്പെട്ടു. അതിന്റെ കമ്മീഷനായിട്ടുള്ള കാശ് ഇങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ തള്ളി മറിക്കല്ലേ. സത്യമായിട്ടത് തള്ളല്ല, ഇപ്പൊ വരും ആള്. നീ ഡാൻസിനും ചേരണ്ട, ഒന്നിനും ചേരണ്ട. മര്യാദക്ക് മിസ്സിനോട് പോയി പറഞ്ഞു. അച്ഛൻ തരാന്നല്ലേ പറഞ്ഞു. തരാന്ന് പറഞ്ഞെങ്കിൽ എന്റെ പൊന്നുമോള് മേടിച്ചു. അവസാനം കരഞ്ഞോണ്ട് എന്റെ അടുത്തോട്ട് വന്ന ചൂലിങ്ങട്ടിന് അടിക്കുന്നേ. അതെ, നിനക്ക് വല്ല ചുരിദാറോ സാരിയോ വല്ല വേണമെങ്കിൽ അതിന്ന് മേടിച്ചോ. അതിന്റെ കണക്കൊന്നും ഈ ക്ലീറ്റോ ചോദിക്കില്ല. നിന്നെ പോലെ എച്ചിയല്ലേ ക്ലീറ്റോ. അയ്യോ, എനിക്ക് വേണ്ട. മോള് ഡാൻസ് ക്ലാസിക്കലാണോ സെമി ക്ലാസിക്കലാണോ ഫോക്കാണോ ഏതാ പഠിക്കുന്നത്? ക്ലാസിക്കലാ. അച്ഛൻ ക്ലാസിക്കൽ 2-3 സ്റ്റെപ്പ് പറഞ്ഞു തരാം. തള്ളയുടെ മോള് തന്നെ. എന്റെ കർത്താവേ, രാഘവേട്ടൻ കൊടുത്തു വിടുന്ന നോട്ടിൽ 2000-ന്റെ നോട്ടുണ്ടായിരിക്കണേ. ഒന്ന് കണ്ടു മേടിച്ചാൽ മതി. അവിടെ വളവളാന്ന് പറയാതെ തേങ്ങ ഒന്ന് ചിരണ്ടി തരുവോ? നിന്റെ അപ്പൻ ഹവീൽദാർ വീരഭദ്രന്റെ അടുത്ത് പോയി പറ. എന്താന്ന്? ദേ വരുന്ന. അതാരാണ്? ക്ലീറ്റസിന്റെ വീടല്ലേ? അതെ, ഞാനാ ക്ലീറ്റസ്. രാഘവ സാറ് തരാൻ പറഞ്ഞു വിട്ടു. മറ്റേ പൈസ തന്നു കിട്ടോ? പൈസ ഒന്നും തന്നിട്ടില്ല. അല്ല, എന്റെ കമ്മീഷൻ കാശ് കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞു. ഇത് ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. കാശും തന്നില്ല. കമ്മീഷന് പകരം കുപ്പി എന്നാ എങ്ങനെ ശരിയാവും? ഇതെന്താ കമ്മീഷൻ? എവിടെ? മറ്റിവിടെ കൊണ്ടൊന്ന് കൊട്ടൂന്ന് പറഞ്ഞതേ. മിണ്ടാട്ടം മുട്ടിപ്പോയോ? അപ്പൊ കാശില്ല. ഇതാണ് കമ്മീഷൻ. അപ്പോഴേ ഒരു കാര്യം ചെയ്. ഈ കുപ്പിയും കൊണ്ടേ ആ പലചരക്കടക്കാരന്റെ അടുത്തും പാലുകാരന്റെ അടുത്തും ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ ഒന്ന് ചെല്ലി. എന്നിട്ട് ഓരോ ഗ്ലാസ് എല്ലാവർക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കും. ആ ടീച്ചറിനും കൊണ്ടേ കൊടുത്തേക്ക് കേട്ടോ ഒരു ഗ്ലാസ്. എന്നുവെച്ചാൽ നമ്മുടെ മോളെ കലാകാരിയാക്കിയിട്ട് മറ്റേ 2000. ഇങ്ങനെ ഒരു വണ്ടി കച്ചവടക്കാരൻ. മനുഷ്യനായാലേ നാണം വേണം കുറച്ചൊക്കെ. വീടിനും ഉപകാരമില്ല, നാടിനും ഉപകാരമില്ല. ഇങ്ങനെ തിന്ന് അങ്ങോട്ട് ജീവിക്കണം. എന്നാ വല്ല പണിക്കുമ്പോ അത് ചെയ്യില്ല. അപ്പൊ രാഷ്ട്രീയത്തിന് പോകും. കൊള്ളത്തരം കണ്ടുപിടിച്ച മനുഷ്യൻ. ൊരു തത്വശാസ്ത്രത്തെയും വീട്ടിലൊന്നും പോണ. ഞാൻ നിന്നോട് അല്ല ഞാൻ നിന്നോട് അവിടുന്ന് ചോദിച്ചതാണ് ആരാണ് ഇതിന്റെ രചയിതാവ് നീ പറയണം. ഞാൻ പറയാന്ന് പറഞ്ഞ കനകങ്ങാട് ഇറങ്ങി വീടെത്തി. ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങാട് ഇറങ്ങുന്ന ഞാൻ പറയാ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരെഴുതി? നീ സ്നേഹിക്കേണ്ടത്. നീ ഇങ്ങോട്ട് ഇറങ്ങി. സൗകര്യം ഞാൻ ഇതിലിറങ്ങും. അതിലിറങ്ങാൻ ഒന്ന് പിടിച്ചേട്ടാ, ഒന്ന് പിടിച്ചേ. ഞാൻ ഇതിലിറങ്ങും. ഞാൻ ഇങ്ങോട്ട് മോന്തേം കുത്തി വീഴും. ഇങ്ങോട്ട് ഇറങ്ങണം. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഒന്ന് വന്ന് പറയാന്ന്. നീ എന്തിനാ ഇവിടെ വിളിച്ചത്? പറഞ്ഞ വീടെത്തിന്ന് മിണ്ടല്ലേന്ന് പറഞ്ഞ. അള്ളാണ ഞാൻ കുടിച്ചിട്ടില്ല.
ഇയാള് റോട്ടിൽ കിടന്ന ആളുകളെ വെല്ലുവിളിച്ചിട്ടേ തല്ലുകൊള്ളണ്ടാന്ന് ഓർത്ത് പിടിച്ചോണ്ട് പോകുന്നതാണ്. ആരെന്നെ എന്തിനല്ലോ കണ്ട തല്ലണ്ട. കനക അവിടെ വെച്ചിട്ട് ഞാൻ പറയണേണ്, മോറ് ഞാൻ അടിച്ചു പോയി നടക്കണം. നടക്കാൻ എവിടെയൊക്കെയാണ്? വീട്ടിലെത്തി ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ലാത്ത ആളാണ്. എനിക്കറിയാൻ പാടില്ല ആരെ കൂടി ആ കമ്പനി അടിച്ചെന്ന്. ഉച്ചക്ക് പോയതാണ് ഓഫീസിൽ. നിങ്ങൾ എന്തും പറഞ്ഞാണ് ഇവിടുന്ന് പോയത്? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, നടക്ക്. സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. എനിക്ക് അതില്ല ആരെ എഴുതിയത് ചെരുപ്പിട്ട് ഈ ചെരുപ്പിട്. ഇതേതാ? കനക ആളുകൾ ശ്രദ്ധിക്കണം. കുഴപ്പമില്ല. വെള്ളം അടിച്ചാണ്. അയ്യോ, വെള്ളം അടിക്കാറില്ലല്ലോ. എനിക്കറിയാൻ പറ്റില്ല ആരാന്റെ കൂടെ പോയി എടാ, എന്താണ്? എന്താ കള്ളൊടിച്ചു കള്ള അതിലൊക്കെ മോശമുണ്ട്. ഇത് കണ്ട നീ ഒന്ന് നേരെ നിൽക്കുക കനക. അത് അയ്യോ, നാത്തൂനെ. എണീക്കേട്ടാ. എഴുന്നേക്കാണ്. പറ, എന്താ നിന്റെ വിഷമം? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. കണ്ട ഇതാണ് ഇയാളുടെ കുഴപ്പം. ഇത് എഴുതിയത് ആരാന്നാ ചോദിക്കണത്. അതെന്താ എനിക്ക് ഇത്ര പ്രാവശ്യം അവനങ്ങ് പറഞ്ഞു കൊടുത്താ പോരെ? എനിക്ക് അറിഞ്ഞൂടായിട്ടാണെന്നേ. അയ്യോ, അവനെ അറിഞ്ഞൂടെടാ. എടോ വീട്ടുവാൻ അറിയാമോ ഇത്? ഇല്ലേ? എടോ ഒന്ന് പിടിക്കണോന്ന് അങ്ങോട്ട് കിടത്താനോ. അയ്യോ എനിക്ക് കുഴപ്പമില്ല തന്നെ, ഞാൻ നടക്കാം. കുഴപ്പമില്ല. ഇപ്പൊ ശരിയാവും. ഇപ്പൊ ശരിയാവും. ജമന്തി ശരി. കനകാ അല്ലയാ ആ ഓട്ടോറിക്ഷയുടെ പൈസ കൊടുക്കും കേട്ടോ. അന്യന്മാരായിട്ടുള്ള ആളുകളെ നമ്മള് ഇടപെടുന്നത് ശരി. കൊണ്ടായിക്കോ. പൈസ കൊടുക്കും കേട്ടോ. എന്നാ ജമന്തി ഇന്ന ഓട്ടോന്റെ കാശ് കടന്നു ഞാൻ കൊടുത്തോളാം. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഏയ് ഒരു മോരണ്ടായി കൊടുക്കും. മോരണ്ടാ വീട്ടില്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വേണ്ട വേണ്ട. തങ്കം, തങ്കം നീ വരുന്നുണ്ടോ? അങ്ങ് വരുന്നില്ല. അങ്ങ് വരേ. അളിയങ്ങോട്ടോ, അളിയങ്ങ് വാ. ഇങ്ങോട്ട് നോക്കി നിൽക്കേ. അങ്ങ് വാളിയാ. വരും 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 വരും. വാ. ഏട്ടാ വേണ്ട. വേണ്ടടാ. അയ്യോ, ഒന്നും ചെയ്യില്ലേ. ഏട്ടാ വേണ്ടെന്ന്. അളിയ കഴുത്ത് വിടാം. അളിയാ, അളി എന്നോട് ക്ഷമിക്കണം. അളി എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചു. എനിക്ക് അളിയനോട് മാപ്പ് പറയണം. ഞാൻ മാപ്പ് തന്നു. ഞാൻ നിന്റെ കാലിൽ വീഴും. നിന്റെ കാലിൽ വീഴും. അയാളെ ഒരു ആഗ്രഹമല്ലേ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോട്ടെ. അത് കാലെല്ലാം ഉണ്ട്. ഉണ്ട്. അകത്ത് പോയി കിടക്കണേ ഇവര്. എന്തിനാണ് അകത്ത് പോയി കിടക്കണേ? ആൾക്കാരെ കണ്ടോണ്ട്. അളിയാ, അവിടെ പോയിരിക്കും. അളിയ അവിടെ പോയിരിക്കും. അവിടെ പോയിരിക്കണം. എന്റെ അളിയാണ് പറയണത്. എടാ. ആ, അവിടെ ഇരിക്ക്. അവിടെ ഇരിക്കുന്നു. നീ അവിടെ ഇരിക്കുന്നു. നീ അകത്ത് പോയി കിടക്ക്, ഞങ്ങള് പോട്ടെ. പോയി കിടക്കില്ലല്ലേ? ഒരുപാട് പണിയിടാ. ഇതെന്റെ അളിയനാണ്. അളിയെ ഇവിടുന്ന് എവിടേക്കും പോകണില്ല. നീ എവിടേക്കും പോകണ്ട. ഞാൻ പോണില്ല. ആ, നീ ഒരു കാര്യം ചെയ്യും. ജമന്തി, ഇന്ന് അമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കൂടാളിയാ. അത് വേണോ? വേണം. നമ്മളിവിടെ ഉണ്ടല്ലോ, നീ അകത്ത് പോടാ. നല്ല ഭക്ഷണം കഴിച്ച് അളിയൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് അതുപോലെ ചെയ്യണം. അളിയെ സന്തോഷിക്കണം. നമ്മൾ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. നീ എങ്ങോട്ടും പോണില്ല. ഞാൻ പോണില്ല. എന്നാ തകതിനെ വിളിച്ചതിലേക്ക് പോ. ഏട്ടനൊന്ന് അകത്ത് വന്ന് കിടക്കിട്ട് നാട്ടുകാർ കാണൂന്ന്. നാട്ടുകാരെന്ത് കാണും? നാട്ടുകാരെന്ത് കാണണേ? നാട്ടുകാർ കാണൂല. അവളെ വിളിച്ചതിലേക്ക് പോ. എന്നിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി. നല്ല ഭക്ഷണം. അളിയൻ എന്താ വേണ്ടത് വെച്ചാൽ ചോദിക്കണം. പറയാം, അവരോട് പറയാം.